ബംഗാളിലാണ് യുവതിയായ ഒരു വനിതാ ഡോക്ടർ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം. ആ കേസാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സുപ്രീം കോടതി പല ചോദ്യങ്ങളും ബംഗാൾ സർക്കാരിനോട് ചോദിക്കുന്നു. തെറ്റായ നിയമപരമായ അല്ലെങ്കിൽ തെറ്റായ നടപടിക്രമമാണ് ബംഗാൾ സർക്കാർ സ്വീകരിച്ചത്. ഗൗതം തന്നെ തുടരുകയാണ്. ഗൗതം, കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. കോടതി മുന്നോട്ട് വെക്കുന്നതെല്ലാം ബംഗാൾ സർക്കാരിനെതിരായ പരാമർശങ്ങളാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ ഗവർണർ മലയാളിയായിട്ടുള്ള CV ആനന്ദബോസ് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. ഡൽഹിയിൽ CV ആനന്ദബോസ് ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ച പൂർത്തിയായോ? അതിന്മേലുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഗൗതം? വിനോദ്, ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പം ഉപരാഷ്ട്രപതിയും പശ്ചിമ ബംഗാളിന്റെ മുൻ ഗവർണറുമായ ജഗദീപ് ധൻഖർ എന്നിവരെയാണ് CV ആനന്ദബോസ് കാണുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ ഇന്ന് അദ്ദേഹവുമായി ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തുന്നില്ല. ഒരുപക്ഷെ നാളെ അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടായേക്കാം. എന്തായാലും ഗവർണർ നമുക്കറിയാം രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് സംസ്ഥാനങ്ങളിലെ. അതിനാൽ ഇന്നിപ്പോൾ പ്രസിഡന്റിനെ കണ്ട് CV ആനന്ദബോസ് പശ്ചിമ ബംഗാളിലെ തകർന്ന ക്രമസമാധാന നിലയെപ്പറ്റി വിശദീകരിക്കും. അതിനുശേഷമാകും രാഷ്ട്രപതി തന്റെ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രക്ഷാബന്ധൻ ദിവസമായ ഇന്നലെ രക്ഷാബന്ധൻ സന്ദേശം നൽകവേ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സംസ്ഥാന സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ തുടർ സംഭവമായി മാറുന്നുവെന്നും സ്ത്രീകൾ ബംഗാളിൽ സുരക്ഷിതരല്ല എന്ന രൂക്ഷ വിമർശനവും സംസ്ഥാന സർക്കാരിനെതിരെ CV ആനന്ദബോസ് നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് അത്തരമൊരു കടുത്ത പ്രസ്താവന സർക്കാരിനെതിരെ ഉയർത്തിയ ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി CV ആനന്ദബോസ് ഡൽഹിയിൽ എത്തിയത്. ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സംസ്ഥാനത്ത് തകർന്നിരിക്കുന്ന ക്രമസമാധാന നില അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാഹചര്യം എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം അദ്ദേഹം രാഷ്ട്രപതി ഭവന് നൽകാൻ പോകുന്നു. എന്തായാലും ഗവർണറെ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന കാര്യം തുറന്നടിക്കുകയാണ്. കാരണം അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സംഭവം മാത്രമല്ല, സന്ദേശ് ഗാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്ത്രീകൾ എത്രത്തോളം കൊടിയ പീഡനം ബംഗാളിന്റെ വിവിധയിടങ്ങളിൽ നേരിടുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ആനന്ദബോസ് നൽകുന്നത്. സുപ്രീം കോടതിയിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ വീണ്ടും കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണിക്കുവാൻ ഇത്രത്തോളം വൈകിയത്? മണിക്കൂറുകളോളം സ്വന്തം അമ്മയും അച്ഛനും ആശുപത്രി വരാന്തയിൽ നോക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. എന്തായിരുന്നു അതിന് തക്ക പശ്ചാത്തലം അവിടെ രൂപപ്പെട്ടത്? എന്തുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണിക്കുവാൻ മണിക്കൂറുകൾ വൈകിപ്പിച്ചു എന്ന വളരെ പ്രസക്തമായ സമൂഹം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന അതേ ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഈ മൃതദേഹം കാണിക്കുവാൻ, അമ്മയെയും അച്ഛനെയും പോലും മൃതദേഹം കാണിക്കുവാൻ ഇത്രത്തോളം വൈകിപ്പിച്ചു എന്നതാണ് കോടതിയുടെ ഇപ്പോഴത്തെ ചോദ്യം. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബംഗാൾ സർക്കാരിനെതിരെയുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. FIR ഇടുവാൻ വളരെയധികം കാലതാമസമുണ്ടായി. രാവിലെയാണ് പെൺകുട്ടിയുടെ മരണവാർത്ത പുറത്തു വന്നതെങ്കിൽ രാത്രിയിൽ 11 മണിക്ക് ശേഷമാണ് ബംഗാൾ പോലീസ്, കൊൽക്കത്ത പോലീസ് ഈ കേസിൽ FIR സമർപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രത്തോളം വൈകി എന്നൊരു ചോദ്യം ഇപ്പോൾ കോടതി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം അവിടെ വരുന്നുണ്ട്. മൃഗീയമായ രീതിയിലുള്ള കൊലപാതകം, അതായത് മൃഗങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ പെൺകുട്ടിയോട് ക്രിമിനലുകൾ, ഇതിലെ പ്രതികൾ ചെയ്തിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വ്യാഴാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കും. അപ്പോഴേക്കും CBIയോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഈ കേസ് വളരെ വേഗത്തിൽ തന്നെ കൊൽക്കത്ത പോലീസിൽ നിന്നും എടുത്തുമാറ്റി കേന്ദ്ര ഏജൻസിയായ CBIക്ക് കൈമാറിയത്. CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ ആശുപത്രിയിൽ RG-കർ ആശുപത്രിയിൽ എത്തിയ CBI അവിടുത്തെ ആ സംഭവ സമയത്തെ അവിടുത്തെ പ്രിൻസിപ്പലെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ ഈ നോർത്ത് 24 പർഗാനാസിൽ ഈ പെൺകുട്ടിയുടെ
വസതി നോർത്ത് 24 പർഗാനയാണ്. അവിടെ എത്തി അമ്മയുടെയും അച്ഛന്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് CBI ഇപ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് കൂടി CBI സുപ്രീം കോടതിക്ക് മുൻപിലും വെക്കും. എന്തായാലും ഇപ്പോൾ ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി കേസ് മാറുകയാണ്. ആദ്യഘട്ടത്തിൽ എടുത്ത മൃദു സമീപനം, കൊലപാതകികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച നടപടികൾ, സംഭവത്തെ ലാഘവത്തോടെ കണ്ട വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ ശ്രമം, ഇതിനെയെല്ലാം ജനസമൂഹം ചോദ്യം ചെയ്തു. വ്യാപകമായ പ്രതിഷേധം ദേശീയ തലത്തിൽ ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുടെയും സമരം 10ാം ദിവസത്തിലേക്ക്. അതെ, ഈ സമരത്തെ പറ്റിയും പറയുന്നുണ്ട് ഗൗതം. ഈ സമരത്തെ പറ്റിയും സുപ്രീം കോടതി പറയുന്നുണ്ട്. സമാധാനപരമായ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട, അതുപോലെ തന്നെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം എന്നൊക്കെ സുപ്രീം കോടതി കൃത്യമായി ഈ കേസിന്മേൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി, നമുക്കറിയാം ബംഗാളിലെ മുൻ ഭരണകക്ഷിയാണ് CPM, അതുപോലെ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ്. ഇവരാരും ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. അത് NDA ഇതര സർക്കാർ ആയതുകൊണ്ട് മാത്രം ബംഗാളിൽ നടന്നത് കൃത്യമായി പ്രതികരിക്കാനോ ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് ശക്തമായി വാദിക്കാനോ ഒന്നും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. ഇവിടെയൊക്കെ രാഷ്ട്രീയം കാണുകയാണ്. ഇനി കേരളത്തിൽ പോലും മറ്റ് BJP ഭരിക്കുന്ന NDA ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതിലും നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും തെരുവിലിറങ്ങുന്ന ഭരണകക്ഷിയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ബംഗാളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് ആ പാർട്ടിയോ കോൺഗ്രസോ ആരും മിണ്ടുന്നതേ ഇല്ല. എന്തിനു പറയുന്നു, നമ്മൾ ജനൻ TV അല്ലാതെ മറ്റു മാധ്യമങ്ങളൊന്നും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യവും നൽകുന്നില്ല. ഗൗതം. വിനോദ്, ഇത് തൃണമൂൽ കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്നതല്ല. വിനോദ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഇന്ത്യ സഖ്യത്തെ ആകെ വെട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന സംഭവമാണ്. വളരെ ബോധപൂർവമായ നിശബ്ദത ഈ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും. വിനോദ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഈ വിഷയത്തിൽ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. കോൺഗ്രസിന്റെ യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതിഷേധവും നടത്തുന്നില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചും സമാനമായ സാഹചര്യമാണ്. പാലസ്തീനിലെ വിഷയങ്ങൾക്ക് വേണ്ടിയുടെ ഇന്ത്യയിൽ സമരം നടത്തുന്ന കൂട്ടരാണ് ഇടതുപക്ഷം. അവർ ഈ വിഷയത്തിൽ വളരെ ബോധപൂർവമായ മൗനം തുടരുന്നു എന്നത് എടുത്തു കാണേണ്ടതാണ്. കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ TMCയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇടതു സഖ്യവും വ്യത്യസ്തമായി മത്സരിക്കുന്നുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കുന്നു തൃണമൂൽ കോൺഗ്രസും CPM-ഉം കോൺഗ്രസും എല്ലാം. അതിനാൽ ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവമായിട്ട് പോലും പ്രിയങ്ക വാദ്രയെ പോലെയുള്ള വനിതാ നേതാക്കൾ, സോണിയാഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ, ഇവരാരും ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണവും നടത്തുന്നില്ല. തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങളൊക്കെ വളരെ ദുർബലമാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കിയാണ് അവർ പ്രതികരിക്കുന്നത്. ഗൗതം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്.